പയ്യാവൂർ ഊട്ടുത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പ്രദേശത്തെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന്, അതായത് നെയ്യമൃത് കോട്ടങ്ങളായി അറിയപ്പെട്ടിരുന്ന ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് മുമ്പ് വളരെ പുരാതന കാലം മുതൽ തന്നെ ഈ നെയ്യമൃത് സംഘം ഈ ഉത്സവത്തിന് നെയ് കുടങ്ങളുമായി സമർപ്പിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഒരു കാലത്ത് പല പ്രദേശങ്ങളിലും നടന്നു വന്ന ഈ സംഭവങ്ങളൊക്കെ ഒരു കാലത്ത് ഒക്കെ നിന്നുപോയി. അതായത് നമ്മുടെ വളപട്ടണം പുഴേൻ്റെ ഇപ്പുറവും കാര്യങ്കോട് പുഴേൻ്റെ ഇപ്പുറത്തെ ഇടയിലുള്ള ഈ നെയ്യമൃത് കോട്ടങ്ങളെയൊക്കെ ഉള്ള ഒരു സ്വരൂപത്തിൻ്റെ കീഴിലാണ്, നേരിയോട്ട് സ്വരൂപത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രങ്ങളും ഈ കോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാലത്ത് നിന്നുപോയത് നമ്മുടെ ക്ഷേത്രത്തിൽ 62 വർഷം മുന്നേ നിലച്ചു പോയതാണ് ഈ നെയ്യമൃത് സമർപ്പണം ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു കളിയാട്ടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ നെയ്യമൃത് സമർപ്പണം കൂടെ നടത്തിയേ തീരൂ എന്ന ഒരു ദേവപ്രശ്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നെയ്യമൃത് സംഘം കുംഭസംക്രമം മുതൽ വ്രതത്തിലിരുന്ന് ഇവർ പോകുന്നത്. മുൻകാലങ്ങളിൽ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് തന്നെ, നെയ്യമൃത് കോട്ടങ്ങളിൽ നിന്ന് തന്നെ കാൽനടയായിട്ടാണ് പയ്യാവൂരിലേക്ക് നെയ്യമൃത് സംഘം പോയിട്ടുണ്ടായിരുന്നത്. ചെയ്തത് അമ്മ ഇത് മുമ്പോട്ട് ഇപ്പം കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. കാരണം അത് നമ്മളെ ഇപ്പോൾ ഈ കല്യാണോട് ബന്ധം വെച്ചിട്ട് നമ്മുടെ ക്ഷേത്രത്തിനൊരു അഭിവൃദ്ധി, കാരണം വെച്ചാൽ ഇത് വളരെ ഉണങ്ങിയ മരമാതിരി ഉണ്ടായതാണ്. അതിങ്ങനെ തെടുത്ത് വരുന്നോണ്ട് ഇവിടം വരെ എത്തിയതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മളെ വിചാരിച്ചതിൽ കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട്. ആ പണിയെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ ഈ ചെയ്ത ഈ കളിയാട്ടങ്ങളെല്ലാം തീരണം. ഈ ഇത് എന്നാലേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളാരും ഈ 4 ആൾക്കാർ നമുക്ക് ഇറങ്ങിയത് അതിന് വേണ്ടിയിട്ടാണ്, നെയ്യമൃതിന് വേണ്ടിയിട്ട്. അതാണ് അതിന് മെയിൻ.